എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഉഗ്രൻ സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. പഴവും ബ്രെഡും ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ബ്രെഡ് പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 കഷ്ണം ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ പുഴുങ്ങിയ പഴമാണ് നമുക്ക് വേണ്ടത്. 3 നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം നേന്ത്രപ്പഴം അത്യാവശ്യം പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല, മീഡിയം സൈസ് പഴുത്ത പഴമാണെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടാണ് ഉടച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ച് ഉടയ്ക്കാം, അതും അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ച് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് പൊടിച്ചത് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫുൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ മെയിനായിട്ട് ആകെ 2 സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പഞ്ചസാര ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം തീരെ കുറച്ച് മതിയെങ്കിൽ ആ പഴത്തിൻ്റെ മധുരം മാത്രം മതിയാവും. അപ്പോൾ ബ്രെഡും പഴവും മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്തെടുക്കാം. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു സ്ക്വയർ ഷേപ്പാക്കി കൊടുക്കാം. ബോൾസായിട്ട് ഉരുട്ടിയ ശേഷം നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓരോ പീസുകളായിട്ട് നമ്മുടെ പഴത്തിൻ്റെയും ബ്രെഡിൻ്റെയും ആ ഒരു മിക്സ് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണ്, നമ്മുടെ കയ്യിൽ കാര്യമായിട്ട് കഴിക്കാനൊന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റോടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഒരു സൈഡ് മുറിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് മതി. കുട്ടികൾക്ക് സ്നാക്കാണെങ്കിൽ നമുക്ക് ഇത് കൊടുത്തു വിടാൻ പറ്റും, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി പലഹാരമായിട്ടും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.